ബി.ജെ.പി കൗൺസിലറായിട്ടുള്ള സുഗതന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കാപ്പ കേസിനകത്തായിരിക്കുന്ന സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട്. അതായത് ഇതിനു മുൻപ് സമീപിച്ച കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിട്ടില്ലായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതിൽ തന്നെ കാപ്പ കേസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വേണം ആദ്യം തീർപ്പ് കൽപ്പിക്കാനായിട്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിനൊരു ഉത്തരവ്, അതായത് ആ ഒരു വാദം കേട്ടിരുന്നതിന് ശേഷവും അതിന് എന്താണ് ഒരു ഉത്തരവ് എന്നുള്ളത് കാപ്പ കേസിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് കാപ്പ കേസ് ചുമത്തി റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യ ഹർജിയിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് കാപ്പ ഉപദേശക സമിതിയാണ്. ഇതനുസരിച്ച് 2 ആഴ്ച മുമ്പ് സമർപ്പിച്ച ഹർജിയിൽ 29-ന് വാദം കേട്ടിരുന്നു. എന്നാൽ ഉത്തരവ് വന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനം നേടിയവരാണ് കാപ്പ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ. അതുകൊണ്ട് അനുകൂല തീരുമാനം ഉണ്ടാകില്ലെന്നാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ പറയുന്ന കാര്യം. അതായത് കാപ്പ കേസിൽ അനുകൂല തീരുമാനം ഉണ്ടാകത്തില്ല എന്നാണ് ബി.ജെ.പി നേതൃത്വം തന്നെ പറയുന്ന കാര്യം. അതിനവർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമനം നേടിയവരാണ് കാപ്പ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്നത് ഹൈക്കോടതിയിലാണ്. അതായത് ഹൈക്കോടതിയിൽ ഇപ്പോൾ പോയതിൽ പിന്നാലെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതിൽ തന്നെ കാപ്പ കേസിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിലും സത്യപ്രതിജ്ഞയ്ക്കായി ഏതാനും ദിവസം പരോൾ അനുവദിച്ചേക്കുമെന്നാണ് ബി.ജെ.പി ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് തന്നെ. അതായത് കാപ്പ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ, അതായത് കാപ്പ സമിതിയുടെ ആ ഒരു തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയും അതിൽ ഒരു ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലും പരോള് ലഭിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറുമെന്നാണ് ബി.ജെ.പി ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരോള് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി.ജെ.പി ഇപ്പോഴും കണക്കൂട്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കാപ്പ കേസിലാണ് ഒരു തീർപ്പുണ്ടാവേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതിലൊരു തീർപ്പ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെയും ഹൈക്കോടതിയിൽ പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും തീർപ്പുണ്ടായിട്ടില്ല. പക്ഷേ ജാമ്യം ഹൈക്കോടതിയിൽ നിന്നും ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും കാപ്പ കേസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും പരോൾ അനുവദിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി.ജെ.പി കണക്ക് കൂട്ടിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്നും അനുവദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാമെന്നാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് കൂടുതൽ അനുകൂല ഘടകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഈ പറയുന്ന രീതിയിൽ യു.ഡി.എഫിനും എൽ.ഡി.എഫിനും കൂടുതൽ ദുഷ്കരമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതിലെടുത്ത് പറയാനുള്ള ശബരിനാഥന്റെ കാര്യം തന്നെയാണ്. കാരണം ശബരിനാഥൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടൊരു കാര്യം തന്നെയാണ്. കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ അവിടെ കടത്തത്തില്ല എന്നുള്ള കാര്യം. അതായത് അവിടെ കാലുകുത്താൻ അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം. എന്തായാലും അതിനൊക്കെ തന്നെ തീരുമാനം എന്തായാലും ഹൈക്കോടതിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ സുഗതൻ പോയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാപ്പ കേസ് ആ ഒരു ഭരണസമിതിയിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയില്ല. അതായത് സുഗതന് അനുകൂലമായിട്ടൊരു നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അത് ഒന്നുകിൽ ജാമ്യം അല്ലെങ്കിൽ പരോൾ എന്നുള്ള തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പരോൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി.ജെ.പി നിലവിലത്തെ സാഹചര്യത്തിൽ കണക്ക് കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത്.